ഗുഡ് മോർണിംഗ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ യൂണിറ്റ് 3 പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആ വെബ്സൈറ്റ് പ്രൊമോട്ട് ടു പ്രൊഡക്റ്റ് ഓർ സർവീസ്. സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റിൽ ഡോമിനൻ്റ് ആണ്. ഇപ്പോഴത്തെ ഒരു അക്കാഡമിക് ഈ പീരീഡിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് സോഷ്യൽ മീഡിയാസ്. അത് പോപ്പുലറായിട്ടുള്ള പ്രാക്ടീഷണേഴ്സും റിസർച്ചേഴ്സും ഇപ്പോൾ വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഈ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, എംപ്ലോയീസ്, കറണ്ട് എംപ്ലോയീസ് ഉണ്ട്, ജേർണലിസ്റ്റ്, ബ്ലോഗേഴ്സൊക്കെ നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷനും കാര്യങ്ങളും ഓൺലൈനായിട്ടുള്ള കമൻറ്റുകൾ, റിവ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്ഡിൻ, ഗൂഗിൾ, യൂട്യൂബ്, പിൻട്രസ്റ്റ്, ഇൻസ്റ്റാഗ്രാം അതൊക്കെ ഇൻവോൾവ്ഡ് ആണ്. അവരൊക്കെ പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. എസ്റ്റാബ്ലിഷിംഗ് സോഷ്യൽ മീഡിയ പ്രസൻസ് ഓൺ മേജർ പ്ലാറ്റ്ഫോമിൽ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഷെയറബിൾ കോണ്ടൻറ്റ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക, കൾട്ടിവേറ്റിംഗ് ഫീഡ്ബാക്ക് എടുക്കുക. അതേപോലെ തന്നെ പെർസ്യൂഡ് മോർ ടാർഗറ്റഡ് ടൈപ്പ് ഓഫ് അഡ്വർടൈസിങ്. ടാർഗറ്റഡ് ടൈപ്പ് ഓഫ് അഡ്വർടൈസിങ് ആണ് കൂടുതൽ. നമ്മൾ സെർച്ച് ചെയ്യുന്ന യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ആണ് ആ യൂട്യൂബ് വീഡിയോസിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഇനി നീഡ് ഫോർ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്താണ്? സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പ്രൊഡ്യൂസ് കോണ്ടൻറ്റ് ദാറ്റ് യൂസേഴ്സ് വിൽ ഷെയർ ദെയർ സോഷ്യൽ നെറ്റ്വർക്ക്. ആ കോണ്ടൻറ്റുകൾ, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കോണ്ടൻറ്റുകൾ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിലൂടെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട്, ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ സെർച്ച് എൻജിൻ, SEO, അതുപോലെ തന്നെ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ അതൊക്കെ അതിലൂടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇനി നമുക്ക് 2 ബില്യൺ ആക്റ്റീവ് സോഷ്യൽ മീഡിയ യൂസേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ അവെയർനെസ് ഉണ്ടാക്കാൻ, ലോയൽറ്റി ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ SMS വഴി, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വഴിയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പ്രൊഫഷണൽ നെറ്റ്വർക്കുകൾ യൂസ് ചെയ്തിട്ട് നമുക്കത് മാർക്കറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ അങ്ങനെയുള്ള പല വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പറ്റിയ പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. ഓൺലൈൻ ട്രാഫിക് ഓഫ് ദ കമ്പനി, മെയിൻ വെബ്സൈറ്റിലൊക്കെ ഓൺലൈൻ ട്രാഫിക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി കറണ്ട് മാർക്കറ്റിംഗ് ചലഞ്ചസ്. ഇതിൽ വരുന്ന ചലഞ്ചസ്, നമുക്കിപ്പോൾ കറണ്ടിലായിട്ട് വരുന്ന മാർക്കറ്റിംഗ് ചലഞ്ചസ് എന്താണെന്ന്, ബിസിനസ്, മൊബൈൽ മാർക്കറ്റിംഗ് ഒക്കെയാണ്. മൊബൈലിലൂടെയും കൂടി അതിൻ്റെ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കോണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യാം, ബ്രാൻഡിൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അതിനെയും കൂടി മൊബൈൽ യൂസേജ് കൂടി ഉദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, കോണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് ഗ്രീൻ മാർക്കറ്റിംഗ് ആണ്. എൻവയോൺമെൻറ്റ് സേഫ് ആയിട്ടുള്ള ഇക്കോളജിക്കൽ മാർക്കറ്റിംഗ്, ഹോളിസ്റ്റിക് അപ്രോച്ചാണ് മാർക്കറ്റിങ്ങിൻ്റെ. അതായത് നമ്മളുടെ പ്രൊഡക്റ്റുകൾ എൻവയോൺമെൻറ്റ് സേഫാണ്. അതും കൂടി നമ്മൾ കോണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസും കൂടി നമുക്ക് അതിലൂടെ പാസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഹാംഫുൾ ആയിട്ടുള്ള പൊല്യൂട്ടൻ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ മാർക്കറ്റിംഗ്, നമ്മുടെ പ്രൊഡക്റ്റ് ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആണെങ്കിലും ആ പ്രൊഡക്റ്റിൻ്റെ ഇക്കോണമിക്കലായിട്ടുള്ള, അതായത് എൻവയോൺമെൻറ്റ് സേഫ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ആണ്. ലോങ് ടേം റിലേഷൻസ് വിത്ത് കസ്റ്റമേഴ്സായിട്ട് ലോങ് ടേം റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പുതിയ ഓർഡേഴ്സ് വരുമ്പോൾ അതിൻ്റെ ഇൻഫോർമേഷൻസ് കൊടുക്കുക, പുതിയ ഓഫറുകൾ വരുമ്പോൾ അത് കൊടുക്കുക. അങ്ങനെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. അപ്പോൾ നമ്മൾ പറഞ്ഞ ആഫ്റ്റർ സെയിൽ സർവീസ്, റിട്ടേൺ ചെയ്യാനുള്ള ഫെസിലിറ്റി, അതൊക്കെ റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ആ ഒരു മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അഡ്വർടൈസിങ്ങും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിലൂടെ തന്നെ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ചുകൾ വരുമ്പോൾ, ഓഫറുകൾ വരുമ്പോൾ നമുക്ക് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ടെലിമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെലിഫോണിക് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളുമാണ്. കമ്പനീസ് ക്ലോസ് കോൺടാക്റ്റ് വിത്ത് പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. പ്രസൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും, പൊട്ടൻഷ്യൽ നമുക്ക് സാധ്യതയുള്ള കസ്റ്റമേഴ്സ് ആവാൻ സാധ്യതയുള്ള ആൾക്കാരെ എപ്പോഴും നമ്മൾ കോൺടാക്ട് ചെയ്യുക, മെസ്സേജസ് ഒക്കെ അയക്കുക എന്നുള്ളതാണ്. ടു ഇൻക്രീസ് സെയിൽസ്, ടു എൻഹാൻസ് ബിസിനസ് പ്രൊഡക്ടിവിറ്റി. സെയിൽസ് കൂട്ടുക, ബിസിനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതൊക്കെയാണ്. നമുക്ക് SMS കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പല മെസ്സേജുകൾ നമുക്ക് വരാറുണ്ട്. അതൊക്കെ ടെലി മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത്രയാണ് ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.